നെയ്യപ്പവും മുറുക്കും അച്ചപ്പവും പക്കാവടയും ഒക്കെ ഇവിടെ ഉണ്ടാക്കണം. ഏറ്റവും കൂടുതൽ വേണ്ടത് അതാ. കേറി ഇറങ്ങി തിന്നാനല്ലേ? പെണ്ണെ, ഒരു വീക്ക് തന്നാലുണ്ടല്ലോ. ഓ അല്ല മാഡം, അങ്ങോട്ട് പോകുന്ന ദിവസം വല്ലതും തീരുമാനിച്ചോ? അമ്മേ, നല്ലൊരു ദിവസം നോക്ക്. അനിക്കുട്ടിയും കൂടി വന്നാലേ ശങ്കരമംഗലം പൊളിയാവും. അനിക്കുട്ടിക്ക് 7 മാസം, സംഗീത മേഡത്തിന് 7 മാസം. എനിക്ക് പിടിപ്പത് പണിയാണെങ്കിലും ഓർക്കും ഒരു ത്രില്ലുണ്ട്. പ്രസവം കഴിഞ്ഞാ അതിലും പൊളിയാ. ഒരു സ്ഥലത്ത് അപ്പിയിടല്, ഇവിടെ പാലൂടി, അപ്പിയിടല് പാലൂടി. മതി മതി നിന്റെ വർണ്ണന. അതിന് ഞാൻ കളിയാക്കിയൊന്നും പറഞ്ഞില്ലല്ലോ. നടക്കുന്ന കാര്യം തന്നെയല്ലേ പറഞ്ഞ്. പോവാനാ പറഞ്ഞേ. പോ. അവള് പറയുന്നൊന്നും കേട്ട് മോള് സങ്കടപ്പെടണ്ട. അതങ്ങനെ ഒരു ജന്മ. അതിന് എന്നെ നോവിക്കാനും മാത്രം അവളൊന്നും പറഞ്ഞില്ലല്ലോ ചിട്ടെ. മോളെ, ഞാൻ എന്തായാലും തിരുമേനി ഒന്ന് വിളിക്കാം. കഴിയുന്നതും ചടങ്ങ് നേരത്തെ നടത്തുന്നതാ നല്ലത്. ഗോവിന്ദമാഷ പറഞ്ഞത് കേട്ടിട്ട് ഉള്ളു പൊള്ളുക. അവർക്ക് സദ്യ ഒരുക്കേണ്ട പണിയേ ഉള്ളൂ. അതുപോലാണോ നമ്മുടെ കാര്യം? 7 തരം പലഹാരം വേണ്ടേ? ഇതൽപ്പം തിടുക്കത്തിലായി പോവോ സുഭദ്രാമേ? ഒരു തിടുക്കവും ഇല്ല. എപ്പോഴായാലും ചെയ്യേണ്ട കാര്യമല്ലേ. എന്തായാലും ഗോവിന്ദമാഷെ വിളിച്ചൊന്ന് പറയുന്നുണ്ട്. നാളെ തന്നെ അങ്ങോട്ട് വന്നോളാമെന്ന്. പവിഴം, ഇവിടെ എത്ര കിലോ വെളിച്ചെണ്ണയുണ്ട്? പവിഴം, പവിഴം, എവിടെ പോയി കിടക്കുന്നു? ലക്ഷ്മി, അനിക്കുട്ടിക്ക് ഇത് 7ാം മാസം. ഗർഭിണികൾക്ക് 7ാം മാസം ഒരു ചടങ്ങുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ അല്ലേ? ചടങ്ങ് നടത്തി പെൺകുട്ടി അവളുടെ വീട്ടുകാരി വന്ന് കൂട്ടിക്കൊണ്ടുപോകും. അതിപ്പോ ഇവിടെ പറയുന്ന എന്തിന്? അനിക്കുട്ടി ഉദ്ദേശിച്ചാണെങ്കിൽ അവിടുന്ന് ആരും ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. അവർക്ക് താല്പര്യമുണ്ടെന്ന് അറിയിച്ചാലോ? സുഭദ്രാമ്മയാ എന്നോട് ഇക്കാര്യം പറഞ്ഞത്. ഞാൻ സമ്മതം അറിയിക്കുകയും ചെയ്തു. വലിയ ചടങ്ങുകളായിട്ടൊന്നും വേണ്ടെന്നാ പറഞ്ഞത്. കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിരുന്നു. നാളെയാ നല്ലൊരു ദിവസം. നാളെ നടത്താനോ? എന്നിട്ട് മാഷ് അതിന് സമ്മതിച്ചൂല്ലേ? ഒരു സദ്യ ഒരുക്കാനുള്ള സമയമെങ്കിലും വേണ്ടേ? ആ വീട്ടിലുള്ളവര് മാത്രമാ വരുന്നത്. അവർക്ക് വേണ്ടി എന്ത് സദ്യ ഒരുക്കാനാ? അത് നിശ്ചയിച്ച പോലെ നടക്കട്ടെ. അച്ഛൻ ഇനി മാറ്റി പറയാനൊന്നും പോണ്ട. 1-2 കറി കൂടുതൽ ഉണ്ടാക്കണം. പിന്നെ ചെറിയൊരു പായസം. തീർന്നില്ല പരിപാടി. ഈ വലിച്ചു നീട്ടിക്കൊണ്ട് പോത്ത ചടങ്ങ് എത്രയും പെട്ടെന്ന് നടത്താൻ നോക്ക്. ഈ സമയം നോക്കിയിരുന്നല്ലേ ചടങ്ങ് പിന്നെ 8ാം മാസമായി പോവും. റെഡി? ചടങ്ങ് നടന്നിട്ട് പിന്നെന്താ ഉണ്ടാവുന്നതെന്നും കൂടി പറ. അവര് മോളെ ശങ്കരമംഗലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പ്രസവവും പ്രസവ ശുശ്രൂഷകളും കുഞ്ഞിന്റെ നൂലുകെട്ടും കഴിഞ്ഞ് ഞങ്ങൾ മോളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. അതൊക്കെ ആചാരത്തിന്റെ ഭാഗമാ മോളെ. അപ്പൊ ഇനിയുള്ള കാലം ഞാൻ ആ വീട്ടിൽ ചെന്ന് താമസിക്കണമെന്നാണോ? അതാണോ അച്ഛൻ പറഞ്ഞു വരുന്നത്? നടക്കില്ല. അതിനെന്നെ ആരും പ്രതീക്ഷിക്കാൻ വേണ്ട. ഞാൻ ആ വീട്ടിലേക്ക് പോവില്ല. എന്റെ ആരും അവിടെ ഇല്ല. അനു, ഇത് കുട്ടികളിയൊന്നുമല്ല. നീ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് നിന്ന് തരാനും ഞങ്ങൾക്ക് പറ്റില്ല. അപ്പൊ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം. അതല്ലേ വിപിൻചേട്ടന്റെ ഉള്ളിലും? അതുവരെ ഒന്നും എത്തില്ലടി റാണി. ഈ പ്രതാപം കളിച്ച കളികളൊന്നും അവൻ കളിച്ചിട്ടില്ല. നീ ഇത് വലിച്ചേറ്റി ഇവിടെ ഇരുന്നോ?
വിട്ടേക്കില്ല ഞാൻ അവനെ. അവൻ ചെറിയ നമ്പർ ഇറക്കി കളിക്കുമ്പോ ഇവൻ അതിന് വലിയൊരു വില കൊടുക്കേണ്ടി വരും. എന്തായാലും പ്രവീണിനൊന്ന് വിളിച്ചു പറഞ്ഞേക്കാം. മോള് മുറിയിലേക്ക് ചെല്ലേ. നന്ദൻ വരുമ്പോ ഞാൻ മോളെ വിളിക്കാം. ഒരു സമാധാനവും ഇല്ല ചിറ്റെ. നന്ദേട്ടൻ ഇത്രയും വൈകുന്നതല്ല. വിഷ്ണുഭക്തൻ വക്കീല് വിളിച്ചിട്ടല്ലേ നന്ദൻ പോയത്. കേസിന്റെ കാര്യങ്ങൾ സംസാരിച്ചിരുന്ന് വൈകുന്നതാവും. അല്ലാതെ നന്ദൻ ഇത്രയും താമസിക്കില്ല. മോളൊന്ന് വിളിച്ചു നോക്ക്, അപ്പൊ സമാധാനാവും. ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അതാ എനിക്ക് ഇത്രയും പേടി. മുഖമറിയാത്ത ഒരുപാട് ശത്രുക്കളും ഉണ്ട്. ഈ കേസ് കൂടി ആയപ്പോ ശത്രുക്കൾ ഒരുപാട് കൂടി. എവിടെ പോയാലും അരമണിക്കൂറിനിടെ ഒന്ന് വിളിക്കണമെന്ന് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാ. നന്ദൻ ഒരു ആപത്തും വരില്ല മോളെ. ആ എത്തിയല്ലോ മോളെ. എന്താ മോനെ ഇത്രയും വൈകിയത്? 2 മണിക്കൂറായിട്ടേ മോൾ ഇവിടെ ഒറ്റയിരിപ്പാ. ശരി, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. താനെന്തിനാണ് ടെൻഷനാവുന്നേ? എന്റെ കുഞ്ഞിനെ കൂടെ ടെൻഷൻ ആക്കല്ലേ. സമയം എത്രയെന്ന് നന്ദേട്ടന് വല്ല നിശ്ചയമുണ്ടോ? എടോ, വക്കീലിനെ കാണാൻ പോയതല്ലേ, അയാളുടെ സൗകര്യം കൂടെ നോക്കണ്ടേ? അവിടെ ചെന്നിരുന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കാണാൻ തന്നെ പറ്റിയത്. പിന്നെ അവിടെ ഇരുന്ന് സംസാരിക്കാതെ എന്നെ കൂട്ടി ഹോട്ടലിലേക്ക് പോയി. പിന്നെ അവിടെ ഇരുന്നായി സംസാരം. നന്ദേട്ടൻ വൈകിയതിലല്ല എന്റെ വിഷമം. ആ വിവരം ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? വീട്ടിലിരിക്കുന്നവരെ പുറത്തു പോയവരെ ഓർത്തായി ഇരിക്കുന്നേ. പോയവർക്കാണെങ്കിൽ ആ വിചാരവുമില്ല. അങ്ങനെ ഞാൻ ഓർക്കാതിരിക്കൂ? തന്നെ വിളിക്കാൻ ഫോൺ എടുത്തപ്പോഴാ അതിന്റെ ചാർജ് പോയെന്ന് മനസ്സിലായേ. ശരി, വക്കീൽ എന്ത് പറഞ്ഞു? ആ, കേസ് ഫയൽ ചെയ്തു. ഇത് ഓർക്കുന്നുണ്ടോ? തന്റെ ഫേവറേറ്റ് സ്വീറ്റാ, മൈസൂർ പാക്ക്. എടുത്തോ. നമ്മള് മതക്കരയിലായിരുന്നപ്പോ താൻ ഇതിനു വേണ്ടി വാശി പിടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അതേ ടേസ്റ്റ്. ഇവിടെ കിട്ടുന്നത് പലതും ഒറിജിനൽ അല്ല. ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ നേരത്താ ഇത് കണ്ടത്. ഞാൻ നന്ദേട്ടനോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇതിന്റെ മധുരം എന്റെ നാവിലുണ്ടായിരുന്നു. താൻ മനസ്സിൽ എന്താ ആഗ്രഹിക്കുന്നോ അത് ഞാൻ എന്റെ മനസ്സിൽ കാണും. എന്തോടോ പെട്ടെന്ന് ഗ്ലൂമിയായത്? അനുക്കുട്ടിക്ക് മധുരമെന്ന് വെച്ച ജീവനാ. കുട്ടിയായിരിക്കുമ്പോ നന്ദേട്ടനോട് അവൾ എപ്പോഴും ചോദിച്ചു വാങ്ങിക്കുമായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഒരിക്കൽ നന്ദേട്ടൻ എവിടെയോ പോയിട്ട് വന്നിട്ട് അവൾക്ക് ഇഷ്ടമുള്ള സ്വീറ്റ്സ് കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചത് ഓർമ്മയുണ്ടോ? എതിർത്ത് വീണ് ഉരുണ്ട് വരണ്ട് കരഞ്ഞത് ഓർക്കുന്നുണ്ടോ? അമ്മേ, അവിടെ നിന്നവരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാ ഞാൻ കയറിപ്പോയത്. അതല്ലാതെ പ്രതാപേട്ടനെ ചതിച്ചതൊന്നുമല്ല. പ്രവീണേട്ടൻ അവിടെ വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. മനഃപൂർവ്വം പ്രവീണേട്ടൻ ഇങ്ങനെ ചെയ്യുന്നത്. പ്രതാപേട്ടൻ തല്ലിയത് ഞാൻ സഹിക്കാം. പക്ഷെ ഇങ്ങനെ പ്രവീണേട്ടനെ ചേർത്ത് അപവാദം പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല.
ആദ്യമായിട്ടാ ഞാൻ പ്രവീണേട്ടന്റെ വണ്ടിയിലൊന്ന് കയറുന്നത്. പ്രവീണിന്റെ വണ്ടിയിലാ വന്നതെന്ന് മോളങ്ങ് പറഞ്ഞാ മതിയായിരുന്നു. നീ കള്ളം പറഞ്ഞതാ അവന് ദേഷ്യമായത്. ഞാൻ അറിഞ്ഞോ പ്രതാപേട്ട ഇത് അറിഞ്ഞിട്ടാ വന്നിരിക്കണേന്ന്. ഇനിയിപ്പോ ഞാൻ സത്യം പറഞ്ഞാലും ഇതൊക്കെ തന്നെ അമ്മയെ സംഭവിക്കാൻ പോകുന്നേ. എനിക്കിവിടെ ജീവിച്ചു മടുത്തു. ഞങ്ങളുടെ കുടുംബത്തിലൊന്നും ആരും ഭാര്യമാരെ തല്ലാറൊന്നുമില്ല. മോളെ, കഴിഞ്ഞത് കഴിഞ്ഞു. മോക്ക് തല്ലും കിട്ടി, അച്ഛന്റെ മാനവും പോയി. എല്ലാത്തിനും ഒരു മാറ്റം വരും മോളെ. എന്നും ഒരുപോലെയൊന്നും ആയിരിക്കില്ല. മോൾ അങ്ങനെ ആശ്വസിക്കും. ഇവിടെ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല അമ്മേ. തല്ലും തൊഴിയും കൊണ്ട് കിടക്കാനാ എന്റെ യോഗം. അച്ഛന് പണമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രവീണിന്റെ സമയദോഷ എല്ലാത്തിനും കാരണം. അവനെ കൊണ്ടൊരു കല്യാണം നടത്തിയ തീരാവുന്നതേ ഉള്ളൂ എല്ലാം. അതേപ്പറ്റി ഒരു ആലോചനയിലാ ഞങ്ങള്. എവിടുന്നെങ്കിലും ഒരു പെൺകുട്ടിയെ ഉടനെ കണ്ടുപിടിക്കണം. പെൺകുട്ടിയെ നിങ്ങൾ കണ്ടുപിടിച്ചോ? പക്ഷേ അവന്റെ കല്യാണം നടക്കില്ലെന്ന് മാത്രം. നടത്തിക്കില്ല ഞാൻ. അവൻ ഇതുപോലെ തെണ്ടി തിരിഞ്ഞ് നടക്കണം. പ്രതാപ, ആ പ്രതാപൻ തന്നെയാ പറയുന്നത്. നിങ്ങൾ എവിടെ പോയി പെണ്ണ് കണ്ടാലും അത് മുടക്കി ഞാൻ കൈ തന്നിരിക്കും. നിനക്കൊരു നല്ല ജീവിതം വേണ്ടടാ. അവൻ പെണ്ണ് കെട്ടിയിട്ട് കിട്ടുന്ന നല്ല ജീവിതം ഈ പ്രതാപന് വേണ്ട. എനിക്ക് കിട്ടിയ ഈ ജീവിതം തന്നെ മതി. നീയൊന്നും ഒരിക്കലും രക്ഷപ്പെടില്ല. എടി, ഈ പ്രതാപൻ ജീവിക്കുന്നത് തന്നെ അവന്റെ നാശം കാണാനാടി. മോളെ, അമ്മ എന്നോട് എതിരൊന്നും പറയരുത്. അച്ഛനും അമ്മയും എന്നെ നിലത്ത് വയ്ക്കാതെ വളർത്തിയത്. എന്റെ കണ്ണു നിറഞ്ഞ അവർക്ക് സഹിക്കില്ല. എന്റെ മനസ്സ് നൊന്താ അത് മാറും വരെ എന്നെ താലോലിച്ചും കൊഞ്ചിച്ചും അവര് പിറകെ നടക്കുമായിരുന്നു. അതൊക്കെ ഒരു അച്ഛന്റെ അമ്മയുടെ കടമയാന്നൊക്കെ എനിക്കറിയാം. കെട്ടിച്ചു വിട്ട് കഴിഞ്ഞ ഭർത്താവിന്റെ വീടാണ് നമ്മുടെ ലോകമൊന്നും എനിക്കറിയാം. പക്ഷെ എന്റെ വിവാഹ മുഹൂർത്തം ഒരു ശകുനം തെറ്റി നേരമായിരുന്നു അമ്മ. മോതിരിട്ടവൾ അപ്രത്യക്ഷാവേ സഹോദരൻ വിവാഹം കഴിക്കുകയും ചെയ്തു. ഞാനെന്ന പെണ്ണ് അന്ന് നിശബ്ദയായത് എന്തുകൊണ്ടാണെന്നറിയോ? എന്റെ അച്ഛന്റെ അമ്മയുടെ കണ്ണ് നിറയരുതെന്ന് കരുതിയ. എല്ലാം മറന്ന് എല്ലാ വിലയും കൊടുത്ത് ഞാൻ താലി കെട്ടിയ ഭർത്താവിനെ പരമാവധി സ്നേഹിച്ചു. എന്റെ അനു ഒന്ന് ചെല്ല്. വാശിയൊക്കെ പിന്നത്തേക്ക് മാറ്റിവെക്ക്. അനുവിന്റെ അച്ഛൻ വിളിച്ചിരുന്നു. അവര് ഓൺ ദ വേയാ, ഉടനെ എത്തും. അനു ഇതുവരെ റെഡിയായില്ലേ? ഇവിടെ വന്ന് എന്ത് കണ്ടു നിൽക്കുക? അളിയ പോയി ഡ്രസ് ചെയ്ത് ഞങ്ങൾ കുറച്ചു നേരം കൊണ്ട് പറയുക. മോളെ, നിർബന്ധ ബുദ്ധി കളഞ്ഞിട്ട് ചെല്ലുകൂട്ടി. അനു, നിന്നോടാ പറഞ്ഞത്. വിപിൻ ചേട്ടാ, ഞാൻ വീണ്ടും പറയാ, അവരുടെ കാറിൽ ഞാൻ പോവില്ല.
എന്റെ കൂടെ ലക്ഷ്മി അമ്മയും വരണം. വിപിൻ ചേട്ടൻ ഞങ്ങളെ കൊണ്ടുവിടണം. സമ്മതാണെങ്കിലേ ഞാൻ പോവും. അളിയ, ഇതില് വണ്ടി പോവില്ല. സാധാരണ പെണ്ണുങ്ങളെ പ്രസവത്തിന് ഓടിച്ചോണ്ട് പോയാ ആണുങ്ങൾക്ക് കുറച്ചു നാള് സമാധാനം കിട്ടുന്നതാ. മോനെ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ചടങ്ങ് മംഗളമായിട്ട് നടക്കട്ടെ. അവൾ എന്തു പറയുന്നോ അതനുസരിച്ചേക്ക്. പെൺകുട്ടിയെ ആചാരപ്രകാരം അവളുടെ വീട്ടിലെത്തിക്കണം. ആ സംഗീതം എങ്ങനും വന്നാ എല്ലാം കുളമാവും. അനുവിന്റെ അമ്മ എന്തായാലും വരത്തില്ല. മോളുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നല്ലേ. ഈ ചടങ്ങൊന്ന് കഴിഞ്ഞു കിട്ടിയാ മതിയായിരുന്നു. അളിയന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നേ ഞാൻ കാശിക്ക് പോയിരുന്നു. പാവത്തിനെ സമ്മതിച്ചു കൊടുക്കണം. ആ, അച്ഛനെ കണ്ട് വളർന്നുകൊണ്ട് എല്ലാം ക്ഷമിക്കാനുള്ള ശീലം അളിയനുണ്ടായി. മതി ശശാങ്ക, എന്തായാലും നിന്റെ ശീലങ്ങളൊന്നും എന്റെ മോന് കിട്ടിയിട്ടില്ല. അമ്മേ, അമ്മ ഇതെവിടെ പോയി? എന്താടി? എന്റെ അമ്മേ, ഇങ്ങനെ ഒരു വാശിയുണ്ടോ? ഒരു വിധത്തിൽ ഡ്രസ് ചെയ്യാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് അവളെ. നീ നോക്കിക്കോ, ചടങ്ങ് നടക്കുകയും ചെയ്യും, അവരങ്ങ് പോവുകയും ചെയ്യും. അവള് കൂടെ ഉണ്ടാവില്ലെന്ന് മാത്രം. അതിൽ പറയ എന്ത് അപമാന ഇനി ശങ്കരമംഗലത്തുകാർക്ക് വരാൻ പോകുന്നത്. ആ, അവള് പോവാതിരിക്കണമെങ്കിലേ അമ്മ കൂടെ ചെല്ലാതിരിക്കണം. അവൾക്കൊപ്പം ചെല്ലാന്നല്ലേ അമ്മ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടിപ്പൊ തീരുമാനം മാറ്റിയോ? വിജയലക്ഷ്മി ആരാണെന്നാ നീ വിചാരിച്ചത്? ഈ ചടങ്ങിനിടയിൽ അവര് നാണം കെടുന്നത് എനിക്ക് കാണണം. നിന്റെ അച്ഛന് എന്നോടൊരു വാക്ക് പോലും പറയാതെ അവിടെ ചെന്ന് അവരെ കുത്തിയിളക്കിയത്. ആ മനുഷ്യന് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? സ്വന്തം മോളൊന്നും അല്ലല്ലോ 7 മാസം തികഞ്ഞു നിൽക്കുന്നത്. അമ്മ പറയുന്നത് ശരി തന്നെയാ. അച്ഛൻ പോവാതിരുന്നെങ്കി അവര് വരില്ലായിരുന്നു. മരുമകള് സ്വന്തം വീട്ടിൽ പോയി പൊറുക്കണമെങ്കിൽ ഞാൻ കൂടി പോണെന്ന്. അത് എവിടുത്തെ ന്യായം? എനിക്കെന്താ, കുടുംബമില്ലേ? കുതിരപ്പന്തി തറവാട്ടി പിറന്നതാ വിജയലക്ഷ്മി. അല്ലാതെ കണ്ടവന്റെ വീട്ടിൽ ചെന്ന് കിടക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. പിന്നെന്തിനാ അമ്മ പോവാന്ന് സമ്മതിച്ചേ? അപ്പോഴേ ഇതങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? ലക്ഷ്മി അമ്മ വന്നാലേ ഞാൻ പോവൂന്നാ അനു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നെ. അവളുടെ ബാല്യക്കാരിയൊന്നും അല്ല ലക്ഷ്മിയമ്മ. അവളുടെ കൂടെ പോകാമെന്ന് വാക്കാൽ ഞാൻ പറഞ്ഞിട്ടുമില്ല. സമയാകുമ്പോ സുഭദ്രാമ്മ കൊച്ചുമോളെ വിളിക്കട്ടെ. അപ്പൊ കാണാം വിജയലക്ഷ്മി മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന്. അമ്മേ, അവരെത്തിയെന്നാ തോന്നുന്നേ. തിരുമുറ്റത്ത് സുഭദ്രാമ്മയെ ചെന്ന് എതിരേൽക്കാനൊന്നും കുതിരപ്പന്തിയിലെ വിജയലക്ഷ്മി കിട്ടില്ല. നാണം കെടാൻ വന്നവരെ സ്വീകരിച്ചിരുത്തേണ്ട കാര്യമൊന്നും ഇല്ലടി മോളെ. നീ ചെല്ല്, സമയാകുമ്പോ ഞാൻ വന്നോളാം. നന്ദേട്ടാ, നിങ്ങൾ ചെല്ല്. മഞ്ചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ? ആലോലം ചാഞ്ചാടോ നാടത്തിൽ ചേരുന്നേ ആരോ പൊൻതിങ്കളോ. പൂന്തെന്നൽ വന്നാലും വാഴാതെ നിന്നാടും
നിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ എവിടെ പോയി? ആ ഇവിടെ ഉണ്ടായിരുന്നു. ഓ, അപ്പൊ ഇതാണല്ലേ അമ്മാവന്റെ മരുമോന്റെ ഒളിച്ചുകളി. അമ്മായി ഇവിടെ പുറത്തു നിർത്തിയിട്ട് അകത്ത് ചടങ്ങുകൾ നടത്തുന്നു. ഹലോ, അല്ല അന്യനെ പോലെ പുറത്തേക്കാണോ? അകത്തേക്കോ? അത് വേണ്ട ശശാങ്ക, ഞാൻ ഇവിടെ നിന്നോളാം. അത് വേണം. മോളുടെ ചടങ്ങുകൾ അകത്ത് നടക്കുമ്പോഴേ അമ്മ ഇങ്ങനെ ഒളിച്ചെന്ന് കാണാൻ പാടില്ല. അതിന്റെ ശാപം കെടുത്തതേ അവക്കാ. അങ്ങനെ ശാപം വരുത്തി വെക്കണം. എനിക്കെല്ലാം അറിയാം. അവളുടെ ത്രാളത്തിനിട്ട് തുള്ളിയാലേ നമുക്ക് പിന്നെ എന്ത് വിലയുള്ളേ? അനുവിന്റെ അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടോ? അതോ ഞാനിനി എല്ലാരെയും കൂട്ടി ഇങ്ങോട്ട് വരണോ? എന്താ അനുവിന്റെ അച്ഛ ഇതൊക്കെ? അനുവിന്റെ അമ്മയെ പുറത്തു നിർത്തിയിട്ടാണോ അത് ചടങ്ങ് നടത്തുന്നത്? നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടപ്പോ ഞെട്ടിപ്പോയി. അത് പിന്നെ ശശാങ്ക, ഒന്നും ഇങ്ങോട്ട് പറയണ്ട. നടന്നതൊക്കെ നടന്നു. സംസാരിക്കാൻ സമയവും ഇല്ല. അനുവിന്റെ അമ്മ അകത്തോട്ട് കൊണ്ടുപോകും. ഇവിടെ ഒരു ഭൂകമ്പവും നടക്കാൻ പോകുന്നില്ല. ഇത് അനുക്കുട്ടിയുടെ മാത്രം വീടല്ല. ഞങ്ങൾക്ക് ഇവിടെ അവകാശമുണ്ട്. എന്നാലും അളിയും കൂടി ഇതിന് കൂട്ടുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. കുറച്ച് വിവേകം ഉണ്ടെന്ന് ഞാൻ കരുതിയത്. ഇനി ഇവിടെ നിൽക്കണ്ട, അകത്തേക്ക് വാ. പ്ലീസ്. ഇനിയിപ്പോ ഇവിടെ ഒളിച്ചു നിന്നിട്ട് കാര്യമില്ല. താൻ വാ. നന്ദേട്ടാ, ഞാൻ വാതിൽക്കൽ നിന്നോളാം. താൻ വാ. വാ. വേണ്ടായിരുന്നു. കടുവേ കിടുവ പിടിക്കോ? ലക്ഷ്മിയമ്മയുടെ മേളിൽ വേറെ കൈവശോ? ആ അതെ മോളെ, എന്നെ കടത്തി വെട്ടുന്ന എന്തോ കൈവശമാണ്. പിന്നെ മോളെ, എന്റെ മോനും ഭർത്താവും കൂടി എന്നോട് ചെയ്തത് കേൾക്കണോ? അനുമോളുടെ വയറ് കാണൽ ചടങ്ങ് നടത്തി. അത് എന്നോട് ആലോചിക്കാതെ. വയറ് കാണൽ ചടങ്ങോ? അതെ, അവൾക്കിപ്പോ 7 മാസം ആയല്ലോ. മുറപ്രകാരം 7 മാസം പലഹാരങ്ങളുമായിട്ട് വന്ന് ചടങ്ങുകൾക്ക് ശേഷം പെൺകുട്ടിയെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോവും. പക്ഷെ ഞാനാരാ മോള്? ഞാനതങ്ങ് മുടക്കി. അവള് നമ്മുടെ കൂടെ വേണം മോളെ. എന്ത് മണ്ടത്തരോ ലക്ഷ്മിയമ്മ കാണിച്ചത്? ചടങ്ങ് മുടക്കിയെന്നോ? അവളെ അവരോടൊപ്പം വിടാത്തതെന്താ? അവരോടൊപ്പം വിടാനോ? എന്തൊക്കെയാ മോളെ നീ പറയുന്നേ? എന്റെ ലക്ഷ്മിയമ്മേ, ഇനിയുള്ള സമയം നമ്മൾ സൂക്ഷിക്കണം. ഏത് നിമിഷം അവൾക്ക് എന്ത് സംഭവിക്കാം. ദേ, അത് കുതിരപ്പന്തിയിലാവുന്നത് അത്ര നല്ലതല്ല. നമ്മുടെ തലയിലാവും. പിന്നെ അവിടെ ആവുമ്പോഴേ അവളുടെ അമ്മയും അച്ഛനും അതങ്ങ് സഹിച്ചോളും. അയ്യോ, ആണോ മോളെ? അതേ ലക്ഷ്മിയമ്മേ, അവള് തിരിച്ച് ശങ്കരമംഗലത്ത് എത്തട്ടെ. ബാക്കിയൊക്കെ പിന്നെ.
ഓക്കെ. ആ അല്ല, കുറച്ച് കിട്ടുക എന്ന് പറഞ്ഞ 40 ലക്ഷം വില മതിക്കുന്ന ഒരു വസ്തുവിനെ പിന്നെയും കുറച്ച് കിട്ടുക എന്ന് പറഞ്ഞ അതിനൊക്കെ ഒരു പരിധിയില്ലേ? അതെ, ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഇൻവോൾവ് ആകത്തില്ല. അതെ, ഇതൊക്കെ കുഴപ്പമുണ്ടാകുന്ന കാര്യങ്ങളാണ്, അതൊന്നും ഞാൻ ഇൻവോൾവ് ആവില്ല. എന്താടാ ഒന്ന് ഫോണെന്ന് വെച്ചാൽ ഒരു കാര്യം പറയാനുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ തിരിച്ചു പിടിച്ചോളാം. എന്താടാ? എനിക്ക് ഭാര്യയും കുടുംബമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആവശ്യങ്ങളൊന്നും ഇല്ലാന്നായിരിക്കും നിങ്ങളുടെയൊക്കെ വിചാരം. പത്മം, നീ ഇവന് 3 നേരവും ഭക്ഷണം കൊടുക്കുന്നില്ലേ? 3 നേരമല്ല, 4 നേരവും സമയനിഷ്ഠയോടുകൂടി അവൻ കഴിക്കുന്നുണ്ട്. എന്താ ചോദിച്ചേ? അല്ല, അവന്റെ ആവശ്യങ്ങളൊന്നും നമ്മൾ സാധിച്ചു കൊടുക്കുന്നില്ലെന്ന് പരാതി പറയുന്നു. ഓ, ആക്കിയതാണ് അല്ലേ? ഭക്ഷണമല്ലാതെ പിന്നെ വേറെ എന്താ നിനക്ക് ആവശ്യം? എനിക്കൊരു കാറ് വേണം. ഒരെണ്ണം ഇവിടെ കിടപ്പുണ്ടല്ലോ. എനിക്കൊരു പ്രീമിയം കാറ് വേണം. പ്രീമിയം കാറോ? എന്താ? ഈ ഓഡി, ബെൻസ്, BMW ഇതൊന്നും കേട്ടിട്ടില്ല? പിന്നെ ബെന്റലി. അപ്പൊ അറിയാം. നിനക്കെന്തിനാടാ ഇപ്പൊ കാറ്? ഈ ആകാശത്തൂടി ഇങ്ങനെ പറത്തി നടക്കാൻ. പിന്നെ ആൾക്കാർക്ക് എന്തിനാ കാറ്? ഈ പഴകിയ പാട്ടവണ്ടി ഇരിക്കുന്നില്ല. ഇതൊക്കെ ആക്രി വിലക്ക് വെക്കേണ്ട സമയം കഴിഞ്ഞു. എനിക്ക് പുതിയ കാറ് തന്നെ വേണം. ഇവിടെ വേറെ ചിലരൊക്കെ കാറൊക്കെ ഇറങ്ങുമ്പോ ഞാനെന്തിനാ ഈ പാട്ടയിപ്പിൽ പോകുന്നത്? നിനക്ക് കാറൊന്നും ഇപ്പൊ വേണ്ട, ഉള്ള കാറ് കൊണ്ട് ജീവിച്ചാ മതി. അതെ, എപ്പോഴായാലും അവനൊരു കാർ വാങ്ങി കൊടുക്കേണ്ടതല്ലേ? കല്യാണത്തിന് മുമ്പ് ഒരെണ്ണം വാങ്ങി കൊടുത്തു എന്ന് കരുതിയാ മതി. അമ്മയ്ക്ക് വിവരം വെച്ച്. ആട്ടെ, ഏത് വണ്ടിയാ നീ നോക്കുന്നത്? അതിന്റെ വില എത്ര? വണ്ടി വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു നല്ല വണ്ടി തന്നെ വാങ്ങണം. നല്ലൊരു വണ്ടി ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അതിന്റെ പേരൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ചിലതൊക്കെ അതിന്റെ വഴിക്ക് ഞാൻ അങ്ങ് ചെയ്തോളും. വണ്ടി ഇറക്കിയിട്ട് കണ്ടാ മതി. ശരി, നീ ആ തുക പറ. 5-10 ലക്ഷം ആണെങ്കിൽ നമുക്ക് എടുക്കാം. അയ്യേ, 5-10 ലക്ഷം? അതിനും ഭേദം എനിക്ക് ജീപ്പിൽ തന്നെ പോയാ പറയാം. 40 ലക്ഷത്തിന്റെ വണ്ടിയാണ് ഞാൻ നോക്കുന്നത്. നിനക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? ജസ്റ്റിസ് പരമേശ്വരൻ സാർ വിചാരിച്ചു കഴിഞ്ഞാൽ 40 ലക്ഷത്തിന്റെ വണ്ടി വാങ്ങാനാണോ പ്രയാസം? മോൻ ഭാര്യയുടെ സ്വർണ്ണം അടിച്ചു മാറ്റിയപ്പോ 500 രൂപന്റെ സ്വർണ്ണം വാങ്ങിക്കൊടുത്ത ആളല്ലേ? ഇതൊക്കെ നിസ്സാരം. പോടാ. അച്ഛാ, എനിക്കൊരു ബിസിനസ് തുടങ്ങണം. എനിക്കൊരു 50 ലക്ഷം രൂപ വേണം. ഉടനെ അപ്പൊ നിനക്കും ആവശ്യമായോ? ഇതേ എനിക്ക് ജീവിക്കാനാ, അല്ലാതെ കാറിൽ കറങ്ങി നടക്കാനല്ല. ആഹാ, ഈ 500 പവൻ വിറ്റ് കഴിഞ്ഞാ എത്ര ലക്ഷം വരെ കിട്ടും? കോടികൾ കിട്ടും, കോടികൾ. എനിക്ക് മനസ്സിലാവുന്നില്ല. കോടികൾ കയ്യിലിരിക്കുന്നവർ ഈ 50 ലക്ഷത്തിന് എന്ത് ബിസിനസ്സാ? ഇനിയിപ്പോ പരസ്യത്തിന്റെ ബോർഡ് വെക്കാനാണോ 50 ലക്ഷത്തിന്റെ? എടാ, സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ട് നല്ല വെള്ള ചമയുന്നോടാ. ഉള്ളത് പറയുമ്പോ എനിക്ക് പൊള്ളുന്നുണ്ടല്ലേ? അവളുടെ കെട്ടുതാലി വരെ അഴിച്ചു വെക്കില്ല. മോള് വാ. നമ്മുടെ അനു. എഴുന്നേക്ക്. അനുക്കുട്ടി ഇവിടെ താമസിക്കാൻ തന്നെയാണ് വന്നതല്ലേ? അതല്ലേ ഞങ്ങള് ബാഗൊക്കെ എടുത്തു വന്നത്. അനു പ്രസവം വരെ ഇവിടെ തന്നെ.
വിപിൻചേട്ടൻ ഹോസ്പിറ്റലിലേക്കല്ലേ, നിന്ന് സമയം കളയണ്ട. വിപിൻചേട്ടൻ പോയിക്കോ. എങ്ങനെയാ അവളുടെ മനസ്സ് മാറ്റിയത്? മാറ്റിയെടുത്തു. അവളിവിടെ നിൽക്കട്ടെ. പലതും കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് നടിച്ചാ മതി. ഡെലിവറി ഒന്ന് കഴിഞ്ഞു കിട്ടണം. എന്റെ മനസ്സിൽ അത്രേ ഉള്ളൂ. അവൾക്കൊരു പ്രയാസവും ഞാനായിട്ട് വരുത്തില്ല. എന്തായാലും അവളെ പറഞ്ഞു മനസ്സിലാക്കി വിപിൻ കൊണ്ടുവന്നല്ലോ, അത് തന്നെ സന്തോഷം. എന്റെ അമ്മയും ഞാനും കൂടി ഇവിടെ ഉണ്ടാവണമെന്ന് അവളുടെ ആവശ്യം. അത് ഞാൻ അംഗീകരിച്ചു കൊടുത്തു. 2 ദിവസം കഴിഞ്ഞ് എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് അമ്മ അങ്ങ് തിരിച്ച് വീട്ടിലേക്ക് പോകും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി കേസുണ്ട്. ശരി. ഇപ്പോഴെങ്കിലും എന്റെ മോക്ക് വരാൻ തോന്നിയല്ലോ, മുത്തശ്ശിക്ക് സന്തോഷമായി. മുത്തശ്ശിയുടെ മനസ്സിലെ മുറിവ ഒരു നിമിഷം കൊണ്ട് മോള് മായച്ചു കളഞ്ഞത്. മോള് വരാൻ തയ്യാറാവാത്തതിനേക്കാൾ എന്നെ വേദനിപ്പിച്ചത് മോളെ ഒന്ന് കാണാൻ വന്ന എന്നെ മോൾ അവഗണിച്ചു കളഞ്ഞതാ. നിന്റെ മുന്നിൽ ഒരു വാക്കിനും വിലയില്ലാത്തവളായി ഞാൻ. ഇപ്പൊ ഞാൻ വന്നത് മുത്തശ്ശി ഇവിടെ ഉണ്ടെന്ന് ഓർത്തിട്ട് മാത്രം. എന്റെ കാര്യങ്ങൾ ആര് നോക്കിയാലും എനിക്ക് തൃപ്തി വരില്ല. അതാ പിന്നെ ഞാൻ ലക്ഷ്മി അമ്മയും കൂട്ടിക്കൊണ്ട് വന്നത്. ലക്ഷ്മി ഇനി എവിടെയാണോ താമസിക്കുന്നത്? അനുക്കുട്ടി ഇങ്ങോട്ട് വരണെങ്കിലേ ഞാനും കൂടി വരണമെന്ന് വാശി പിടിച്ചാൽ ഞാൻ എന്താ ചെയ്യാം? വീട്ടിലാണെങ്കി ഞാനില്ലാതെ ഒരു കാര്യവും മുന്നോട്ട് പോതുമില്ല. യമുന പോത്തുപോലെ വളർന്നു എന്നല്ലാതെ ഒരു കാര്യത്തിന് ഒരു പ്രാപ്തിയില്ലെന്നേ. അതിനൊക്കെ പുറമെയാ മാഷിന്റെ സുഖമില്ലായ്മ. ഒരു നിമിഷം പോലും വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാ. ലക്ഷ്മിയമ്മ കൂടെ വരണോന്ന് അനുമോള് ശാഠ്യം പിടിച്ച പറ്റില്ല എന്ന് പറയാനുള്ള മനസ്സൊന്നും എനിക്കില്ല. എന്റെ മക്കളെക്കാളും ഞാൻ ഇവളെ സ്നേഹിച്ചു പോയി.